Good morning, students. കഴിഞ്ഞ ക്ലാസ്സുകളിൽ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എന്ന് പറയുന്ന ടോപ്പിക്കാണ് നമ്മൾ കൈകാര്യം ചെയ്തത്. ആ ക്വാഡ്രാറ്റിക് ഇക്വേഷനിൽ ഡിഫറെൻറ്റ് മെത്തേഡ്സ് ഉപയോഗിച്ചുകൊണ്ട് ക്വാഡ്രാറ്റിക് ഇക്വേഷൻസ് സോൾവ് ചെയ്യാം. ദെൻ അതിൽ രണ്ട് മെത്തേഡ്സാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഫസ്റ്റ് വൺ ഈസ് ഫാക്ടറൈസേഷൻ മെത്തേഡ്, സെക്കൻഡ് മെത്തേഡ് ഈസ് ക്വാഡ്രാറ്റിക് ഫോർമുല മെത്തേഡ്. അപ്പോൾ ഫാക്ടറൈസേഷൻ മെത്തേഡിൽ ഒരുപാട് പ്രോബ്ലംസ് കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ പരിചയപ്പെട്ടു. ഇനി അത്തരം സിറ്റുവേഷനിൽ ചില പ്രോബ്ലംസ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ക്വാഡ്രാറ്റിക് മെത്തേഡിൽ തന്നെ ഇക്വേഷൻസ് തന്നെ നമുക്ക് ഫാക്ടറൈസേഷൻ മെത്തേഡ് ഉപയോഗിച്ച് സോൾവ് ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ നമുക്ക് ക്വാഡ്രാറ്റിക് ഫോർമുല യൂസ് ചെയ്യാം. അപ്പോൾ നമുക്കൊന്നുകൂടെ ചിലപ്പോൾ ഈ ഫാക്ടറൈസ് ചെയ്യുമ്പോൾ 4×3 ഇതേപോലെ ചില ഫാക്ടേഴ്സ് കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് അങ്ങനെ ബുദ്ധിമുട്ടായിട്ട് ഫീൽ ചെയ്യും. അത്തരം സിറ്റുവേഷനിൽ ഫോർമുല മെത്തേഡ് നമുക്ക് യൂസ് ചെയ്തുകൊണ്ട് ഈസി ആയിട്ട് ക്വാഡ്രാറ്റിക് ഇക്വേഷൻസിൻ്റെ വാല്യൂസ് കണ്ടെത്താനായിട്ട് സാധിക്കും. ദെൻ അതിൽ എങ്ങനെയാണ് നമുക്ക് ക്വാഡ്രാറ്റിക് ഫോർമുല മെത്തേഡ് യൂസ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ, ദെൻ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ax² + bx = 0. ഇതാണ് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ബൈ ഫോർമുല മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ട് ഫോർമുല കുറിച്ച് വയ്ക്കുക. x എന്ന് പറയുന്ന വേരിയബിളിൻ്റെ വാല്യൂ കണ്ടെത്തണം. x = -b ± √b² - 4ac / 2a. നമുക്ക് ഫോർമുല ഓർത്ത് വയ്ക്കാം. ഇതെന്താ, x എന്ന് പറയുന്ന വേരിയബിൾ ഐഡൻറ്റിഫൈ ചെയ്യണമെങ്കിൽ x = -b ± √b² - 4ac / 2a. ക്വാഡ്രാറ്റിക് ഇക്വേഷനിൽ ബൈ ഫോർമുല മെത്തേഡ് യൂസ് ചെയ്തുകൊണ്ട് ഇക്വേഷൻ സോൾവ് ചെയ്യാം. പലപ്പോഴും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫാക്ടറൈസേഷൻ മെത്തേഡിൽ പലപ്പോഴും ഫാക്ടേഴ്സ് കണ്ടുപിടിക്കാൻ നമുക്ക് കഴിയുന്നില്ല എങ്കിൽ സംടൈം നമുക്ക് ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഫോർമുല ഉപയോഗിക്കാം. ഫോർമുല ഉപയോഗിക്കുമ്പോൾ x = -b ± b² - 4ac 4×a×c / 2a. ഈ ഫോർമുല ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് x എന്ന് പറയുന്ന അൺനോൺ വേരിയബിളിൻ്റെ വാല്യൂ കണ്ടെത്താനായിട്ട് സാധിക്കും. ദെൻ വൺ ഓഫ് ദി എക്സാമ്പിൾ, ഒരു പ്രോബ്ലം, സിമ്പിൾ പ്രോബ്ലം നമുക്ക് സോൾവ് ചെയ്യാം. ദെൻ x² - 6x + 8 = 0. ഈ ഇക്വേഷൻ സോൾവ് ചെയ്യാനായിട്ട് ആദ്യം x² - 6x + 8 = 0 എയുടെ ABC x = ഇതാണ് ഫോർമുല. ഈ ഫോർമുല യൂസ് ചെയ്യണം. ആദ്യം a = 1 കണ്ടോ. ദെൻ b = -6, c = 8. ഇതാദ്യം കൺഫേം ചെയ്യാം. a = 1, b = -6, c = 8. ദെൻ ഫോർമുലയിൽ അപ്ലൈ ചെയ്യാം. x = -b ± √b² - 4ac / 2a. ദെൻ -b എന്ന് പറയുമ്പോൾ ഇവിടെ -6 ഉണ്ട്. -6ൻ്റെ ഓപ്പോസിറ്റ് സൈൻ കൊടുക്കുക. 6 ± √b² - 6² - 4 × a = 1 × c = 8 / 2 × a എന്ന് പറയുന്ന ടേം 1. നെക്സ്റ്റ് സ്റ്റെപ്പിൽ 6 ± -6² 36 4 × 1 × 8 1 × 4 4 4 × 8 32 -32 / 2. അതിനുള്ളിലേക്ക് ഫോർവേഡ് ചെയ്യാം. 6 ± 36 - 32 / 2. 6 ± √36 - 32, that is 4 / 2. Then 6 ± 2 / 2. Then 6 + 2 / 2 or 6 - 2 / 2. 6 + 2 8/2. Answer is 4. Or 6 - 2, that is 4/2. Answer is 2. X ന്റെ value x is equal to 4 or
2. ഇങ്ങനെയാണ് നമ്മൾ സോൾവ് ചെയ്യാം. ഇത് സോൾവ് ചെയ്യുമ്പോൾ എന്താ ക്വാഡ്രാറ്റിക് ഇക്വേഷൻസ് ഫോർമുല മെത്തേഡ് യൂസ് ചെയ്തുകൊണ്ട് സോൾവ് ചെയ്യുന്നു. -b ± റൂട്ട് ഓഫ് ബി സ്ക്വയർ -4ac ഡിവൈഡഡ് ബൈ 2a. ദെൻ ആദ്യം ഒരു എക്സാമ്പിൾ കൊടുത്തിരിക്കുന്നു. x² - 6x + 8 = 0. ആദ്യം ഈ ഇക്വേഷൻസിലെ a = 1, b = -6, c = 8. therefore സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഇക്വേഷനിൽ -b എന്ന് പറയുമ്പോൾ ബിയുടെ ഓപ്പോസിറ്റ് സൈൻ കൊടുക്കാം. b = -6. ദെൻ ഇവിടെ ഈ -6നെ -b എന്ന് പറയുമ്പോൾ ഓപ്പോസിറ്റ് സൈൻ കൊടുക്കാം. 6 ± റൂട്ട് ഓഫ് -6² -4 × 1 × 8 ഡിവൈഡഡ് ബൈ 2. Then 6 ± 36 - 32 divided by 2. Then 6 ± √4 divided by 2. രണ്ട് ആൻസേഴ്സ് കിട്ടും. ഒന്ന് 6 + 2ഉം ഒന്ന് 6 - 2ഉം. 6 + 2 divided by 2, that is answer is 4. Then 6 - 2 divided by 2, answer is 2. Therefore x = 4 or 2. ഇങ്ങനെയാണ് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ഉപയോഗിച്ചുകൊണ്ട് ഫോർമുല ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നത്, പ്രോബ്ലംസ് സോൾവ് ചെയ്യുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇത് നിങ്ങൾ നോട്ട്ബുക്കിൽ കുറിച്ച് വെക്കണം. എല്ലാ സോൾവ്ഡ് പ്രോബ്ലംസും നിങ്ങളുടെ നോട്ട്ബുക്കിൽ ഉണ്ടായിരിക്കും. സെയിം ടൈം എന്തുകൂടെ ഉണ്ടായിരിക്കണം, നമ്മൾ ചെയ്യാൻ തന്നിരിക്കുന്ന ഒരുപാട് എക്സസൈസ് പ്രോബ്ലംസ് ഉണ്ട്. ആ പ്രോബ്ലംസ് കൂടെ നിങ്ങളതിൽ സോൾവ് ചെയ്തിരിക്കണം. Then another problem. By quadratic formula. The next one is solve 2x² plus 8x plus 8 is equal to 0. ഇങ്ങനൊരു ഇക്വേഷൻ തന്നാൽ ഫാക്ടറൈസേഷൻ മെത്തേഡ് അല്ലാതെ തന്നെ ഫോർമുല മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ട് നമുക്കിത് സോൾവ് ചെയ്യണമെങ്കിൽ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം, ഫോർമുല എഴുതണം. -b എക്സ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല -b ± റൂട്ട് ഓഫ് ബി സ്ക്വയർ -4ac ഓൾ ഡിവൈഡഡ് ബൈ 2a. ഇവിടെ a = 2, b = 8, c = 8. എയും ബിയും സിയും ആദ്യം കണ്ടുപിടിക്കാം. അതിനുശേഷം ഈ ഫോർമുലയിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ -b -8 ± റൂട്ട് ഓഫ് ബി സ്ക്വയർ 8² -4 × a = 2 × c = 8 divided by 2 × 2. Then -8 ± root of 8² 64 minus 64. 4 × 2 8, 8 × 8 64 divided by 4. -8 ± √0 divided by 4. Next step like -8 ±0 divided by 4. Answer is -8 + 0 divided by 4 or -8 - 0 divided by 4. -8 divided by same answer ആണ്. -8 divided by 4 -2. then ഇവിടെയാണെങ്കിലും -8 divided by 4. answer is -2. x = -2. ഇതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യനിലെ. ദെൻ സെയിം ആൻസർ ആണ് ഈ ക്വസ്റ്റ്യനിൽ, സെയിം ആൻസർ ആണ് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത്. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും.
ഈ രീതിയിലാണ് ഞാൻ 1, 2, 3 പ്രോബ്ലംസ് ചെയ്യുക എന്ന് പറയുന്നത്. ഡിഫറെൻറ്റ് ടൈപ്സിൽ നിങ്ങൾക്ക് അതിൻ്റെ ആൻസർ മനസ്സിലാക്കാനും അതേപോലെ തന്നെ കൂടുതൽ പ്രോബ്ലംസിലൂടെ കടന്നു പോകുമ്പോൾ വളരെ ഫ്രീ ആയിട്ട് ഫ്ലുവൻ്റ് ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ കഴിയാൻ വേണ്ടിയിട്ടാണ് ഒന്നുകൂടെ ഇത് ഇത്തരത്തിലുള്ള പ്രോബ്ലംസ് ചെയ്യുന്നത്. ദെൻ നെക്സ്റ്റ് another problem. Solve the equation x square minus 4x plus 3 is equal to 0. സിമ്പിൾ ആണ്. ആദ്യത്തെ പോലെ a is equal to 1, b is equal to -4, c is equal to 3. Formula minus b plus or minus root of b square minus 4ac divided by 2a. മൈനസ് ബി -4 ആണ്, ഇവിടേക്ക് വരുമ്പോഴേക്കും 4 പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് ബി സ്ക്വയർ -4 സ്ക്വയർ -4 ഇൻറ്റു എ 1 ഇൻറ്റു സി 3 ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു 1 4 പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് 16 -4 square is equal to 16 -4 into 1 into 3 4 into 3 12 divided by 2. Next step like 4 plus or minus root 4 divided by 2. 4 plus or minus 2 divided by 2. Answer is 4 plus 2 divided by 2 or 4 minus 2 divided by 2. 4 plus 2 6 by 2. Answer is 3 or 4 minus 2 2 by 2. Answer is 1. X is equal to 3 or 1. ആൻസർ ഈസ് 3 or 1. ഇത്തരത്തിലെ ക്വാഡ്രാറ്റിക് ഇക്വേഷൻസ് വളരെ ഈസി ആയിട്ട് നമുക്ക് ഒന്നും ആലോചിക്കാതെ തന്നെ സോൾവ് ദി ഇക്വേഷൻ എന്ന് പറയുമ്പോൾ ഈ ഫോർമുല മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ട് തന്നെ നമുക്ക് സോൾവ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ 1, 2, 3 പ്രോബ്ലംസ് ഞാൻ ഇതേ പാറ്റേണിൽ വരുന്ന പ്രോബ്ലംസ് സോൾവ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് വേറെ ഏതെങ്കിലും രീതിയിൽ ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ടെങ്കിൽ ആദ്യം അതിനെ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് സോൾവ് ചെയ്യാം. അപ്പോൾ അത്തരത്തിലുള്ള ചില സ്പെഷ്യൽ പ്രോബ്ലംസ് കൂടെ നമുക്ക് സോൾവ് ചെയ്യാനുണ്ട്. നമുക്കതിലേക്ക് കിടക്കാം. സോൾവ് ദി ഇക്വേഷൻ തന്നിട്ട് 2x പ്ലസ് 5/x ഈസ് ഈക്വൽ ടു 7. നോക്കാം, ഇവിടെ 2x പ്ലസ് 5/x അങ്ങനെ തന്നിരിക്കുക. അപ്പോൾ അതിൽ ഇവിടെ ഫ്രാക്ഷൻ എടുക്കുന്നുണ്ട് 5/x നോമിനേറ്ററും ഡിനോമിനേഷനും ഉണ്ട്. ആ ഡിനോമിനേറ്ററിന് നമുക്ക് ഇന്ന് ക്യാൻസൽ ചെയ്ത് കളയണമെങ്കിൽ ഇക്വേഷനെ മൊത്തത്തിൽ എക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ ഈ ഇക്വേഷനെ നമുക്ക് ഒരു ക്വാഡ്രാറ്റിക് ഫോർമാറ്റിലേക്ക് ആദ്യം മാറ്റണം. ക്വാഡ്രാറ്റിക് ഫോർമാറ്റിലേക്ക് മാറ്റിയാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ക്വാഡ്രാറ്റിക് ഫോർമുല ഉപയോഗിച്ചുകൊണ്ട് സോൾവ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ ഈ ഇക്വേഷനെ ക്വാഡ്രാറ്റിക് ഫോർമാറ്റിലേക്ക് മാറ്റണമെങ്കിൽ ആദ്യം നമ്മൾ പറഞ്ഞു ഒരു ടേമിനെ മാത്രമായിട്ട് ചേഞ്ച് ചെയ്യാൻ പറ്റില്ല, എല്ലാ ടേംസിനെയും ചേഞ്ച് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ആദ്യം ഈ ഇക്വേഷനെ ഞാൻ എക്സ് കൊണ്ട് ഇൻറ്റു എക്സ് ഇതിനൊരു ഫസ്റ്റ് ഇക്വേഷൻ എന്ന് പേര് കൊടുക്കണം. ഫസ്റ്റ് ഒരു ഇക്വേഷൻ തന്നെയാണ്. ഈ ഇക്വേഷനെ എക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. എക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 2x ഇൻറ്റു എക്സ് ഫസ്റ്റ് ടേമിനെ എക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പോൾ 2x ഇൻറ്റു എക്സ് പ്ലസ്
5/x ഇൻറ്റു എക്സ് ഇങ്ങനെ മാറും. ഈസ് ഈക്വൽ ടു 7 ഇൻറ്റു എക്സ്, 7x. അറേഞ്ച് ചെയ്യാം. 2x ഇൻറ്റു എക്സ് 2x² കണ്ടോ. ദെൻ എക്സും എക്സും ക്യാൻസൽ ചെയ്ത് പോയി. പ്ലസ് 5 ഈസ് ഈക്വൽ ടു 7x. ഇതിനെ ക്വാഡ്രാറ്റിക് ഫോർമാറ്റിലേക്ക് മാറ്റിയെടുക്കുമ്പോൾ 2x² മൈനസ് 7x പ്ലസ് 5 ഈസ് ഈക്വൽ ടു 0. ഇപ്പോൾ ഇവിടെ എന്താ കൺവെർട്ട് ചെയ്തിരിക്കുകയാണ് ചെയ്യണത്. ആദ്യം തന്നിരിക്കുന്ന ക്വസ്റ്റ്യനെ ഇക്വേഷൻ ഫോർമാറ്റിലേക്ക് കൺവെർട്ട് ചെയ്തിരിക്കണം. ഇപ്പോൾ ഇക്വേഷൻ ഫോർമാറ്റിലേക്ക് കൺവെർട്ട് ചെയ്തു. ഇങ്ങനെ കൺവെർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈസി ആയിട്ട് നമുക്ക് ഫോർമുല ഉപയോഗിക്കാൻ പറ്റും. സെയിം മെത്തേഡിൽ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന അതേ ഫോർമുല ഇവിടെ ഇങ്ങനെ എഴുതി കണ്ടോ. മൈനസ് ബി പ്ലസ് ഓർ മൈനസ് b² മൈനസ് 4ac ഡിവൈഡഡ് ബൈ 2a. അപ്പോൾ ഈ തന്നിരിക്കുന്നതിൽ a ഈസ് ഈക്വൽ ടു 2, b ഈസ് ഈക്വൽ ടു -7, c ഈസ് ഈക്വൽ ടു 5. ആദ്യം ചെയ്യേണ്ടത് എന്താ, തന്നിരിക്കുന്ന ഇക്വേഷൻസിൽ നിന്ന് എ ബി സി എന്ന് പറയുന്ന നമ്പേഴ്സ് ഐഡൻറ്റിഫൈ ചെയ്തു. ഇനി ഫോർമുലയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. ബി ഈസ് ഈക്വൽ ടു -7, ബി ഈസ് ഈക്വൽ ടു -7. അപ്പോൾ -7 എന്നുള്ളത് ഇവിടെ വരുമ്പോൾ മൈനസ് ബി ആണ് പറഞ്ഞിരിക്കുന്നത്. 7 പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് b² -7² minus 4 into a 2 into 5 divided by 2 into 2. 7 plus or minus root of 49 minus 4 into 2 into 5. 4 into 2 8, 8 into 5 40 divided by 4. Then 7 plus or minus 49 minus 40 is equal to root 9 divided by 4. Answer is 7 plus 3 divided by 4 or 7 minus 3 divided by 4. 10/4 or 4/4. 10/4 ने 5/2 or 1. ഈ തന്നിരിക്കുന്നതിൽ നമ്മുടെ ആൻസർ ഈസ് 5/2 or 1. ക്ലിയർ ആയിട്ടുണ്ടാവില്ല. ഇവിടെ ഒരു ചെറിയ വേരിയേഷൻ, അതായത് ഈ ഫോർമുല ഉപയോഗിക്കേണ്ട രീതിയിലേക്ക് തന്നിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ തന്നിരിക്കുന്ന ഇക്വേഷനെ ക്വാഡ്രാറ്റിക് ഇക്വേഷനായിട്ട് നമ്മൾ കൺവെർട്ട് ചെയ്തു. കണ്ടോ, 2x പ്ലസ് 5/x ഈസ് ഈക്വൽ ടു 7. അപ്പോൾ നമ്മളിത് ഈ എക്സ് ക്യാൻസൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്തത്, മൊത്തം ഇക്വേഷനെ എക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തത്. അപ്പോൾ എക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 2x². ഇവിടെ എക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ എക്സും എക്സും ക്യാൻസൽ ചെയ്ത് പോയി. ആ ക്യാൻസൽ ചെയ്ത് പോയി. 7 into x 7x. ഈ ഇക്വേഷൻ റീ അറേഞ്ച് ചെയ്തു. 2x² മൈനസ് 7x പ്ലസ് 5 ഈസ് ഈക്വൽ ടു 0. ഇത്ര വരെ ചെയ്തു കഴിഞ്ഞാൽ, ഈ സ്റ്റെപ്പ് വരെ എത്തിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഫോർമുല ഉപയോഗിച്ചുകൊണ്ട് പ്രോബ്ലം സോൾവ് ചെയ്യാനായിട്ട് സാധിക്കും. ജസ്റ്റ് സിമ്പിൾ മെത്തേഡാണ്. സിമ്പിളായിട്ട് നിങ്ങൾക്കിത് സോൾവ് ചെയ്യാനായിട്ട് സാധിക്കും. അതേപോലെ തന്നെ മനസ്സിലായിട്ടുണ്ടാവും. ഇനിയും നമുക്ക് ഇത്തരത്തിൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള പ്രോബ്ലംസ് ഇത് തന്നെയാണ് അതിൻ്റെ ബേസിക് എന്ന് പറയുന്നത്. ക്വാഡ്രാറ്റിക് ഫോർമുല ഉപയോഗിച്ചുകൊണ്ട് പ്രോബ്ലംസ് സോൾവ് ചെയ്യുക എന്നുള്ളതാണ്. പക്ഷെ തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻസിൻ്റെ സ്വഭാവം അനുസരിച്ച്, അല്ലെങ്കിൽ നമുക്ക് പലപ്പോഴും ക്വസ്റ്റ്യൻ കണ്ടു കഴിഞ്ഞാൽ ഇത് ഏത് ഫോർമാറ്റിലേക്ക് ചേഞ്ച് ചെയ്യണമെന്നറിയില്ല. ആ ഒരു ഇത് ഉപയോഗിച്ച് മാത്രം നമുക്ക് എന്ത് ചെയ്യാം, അതിനെ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ഫോർമാറ്റിലേക്ക് മാറ്റിയെടുത്തുകൊണ്ട് പ്രോബ്ലം സോൾവ് ചെയ്യണം. Another one, y² minus y is equal to 7. y² minus y is equal to 7. Then equation എങ്ങനെയായിട്ട് മാറും, y² minus y minus 7 is equal to 0. ഇതൊരു പ്രശ്നമില്ല. ഇതിൽ
y is equal a is equal to 1, b is equal to -1, c is equal to -7. a is equal to 1, b is equal to b യുടെ പൊസിഷൻ -1, c is equal to -7. then formula -b to a. ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ -b -1, -b എന്ന് പറയുന്നത് -1 ആണ്. -b എന്ന് പറയുമ്പോൾ ഓപ്പോസിറ്റ് സൈൻ കൊടുക്കാം കേട്ടോ. -b -1ൻ്റെ ഓപ്പോസിറ്റ് +1, അപ്പോൾ 1 എന്ന് എഴുതിയാലും മതി. പ്ലസ് ഓർ മൈനസ് √b² -1² -4 × a × -7 divided by 2a. 1 പ്ലസ് ഓർ മൈനസ് 1² എന്ന് പറയുമ്പോൾ 1, 4 × 1 4, 4 × 7 28, minus into minus plus 2a, 2 × 1. Answer is 1 plus or minus √29 divided by 2. എത്ര വരികയാണ്? 29 റൂട്ട് കണ്ടുപിടിക്കാനായിട്ട് കഴിയുന്നില്ല. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? ഏകദേശം ഈ 1 പ്ലസ് ഓർ മൈനസ് √29 ഡിവൈഡഡ് ബൈ 2 എന്ന് പറയുന്ന ആൻസറിലേക്ക് എത്തിച്ചാൽ മതി. അപ്പോൾ ഇപ്പോൾ ചെയ്യുന്ന ഓരോ പ്രോബ്ലംസും ഇതേപോലെ കുറിച്ച് വെച്ച് ഇത്തരത്തിലുള്ള ചില ഡിഫറെൻറ്റ് പ്രോബ്ലംസ് കൂടെ നമുക്ക് സോൾവ് ചെയ്യാനുണ്ട്. അതിനുശേഷം നമുക്ക് ഫോർമുല, ഇപ്പോൾ ഏകദേശം ഒരു 3-4 പ്രോബ്ലംസ് ചെയ്യുമ്പോൾ ഈ പാർട്ട് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടാവും. ഏത് ഫോർമുല ഉപയോഗിക്കേണ്ട മെത്തേഡ്, ഫോർമുല ഉപയോഗിച്ചുകൊണ്ട് -b പ്ലസ് ഓർ മൈനസ് എന്ന് പറയുന്ന ഫോർമുല ഉപയോഗിച്ചുകൊണ്ട് സോൾവ് ചെയ്യാനുള്ള മെത്തേഡ് നിങ്ങൾക്ക് ഈസി ആയിട്ടുണ്ടാവും. പക്ഷേ നിങ്ങൾക്ക് ഇപ്പോഴും കൺഫ്യൂഷൻ ഉണ്ടാവുന്നത് ഡിഫറെൻ്റ് ആയിട്ട് തന്നു കഴിഞ്ഞാൽ ഞങ്ങൾ എങ്ങനെ ഇതിലേക്ക് എത്തിക്കുന്നുള്ളതാണ്. അപ്പോൾ ഏകദേശം നമുക്ക് ക്വസ്റ്റ്യനിൽ വരാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് ഞാനിവിടെ വർക്കൗട്ട് ചെയ്യുന്നുണ്ട്. ആ വർക്കൗട്ട് ചെയ്യുന്ന പ്രോബ്ലംസ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ ഏത് രീതിയിൽ വന്നു കഴിഞ്ഞാലും ഇതിനെ ശരിയായിട്ടുള്ള ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ഫോർമാറ്റിലേക്ക് നിങ്ങൾക്കതിനെ ചേഞ്ച് ചെയ്യാനായിട്ട് സാധിക്കും. അതിനുശേഷം പിന്നെ എന്ത് അപ്ലൈ ചെയ്യാം? ഫോർമുല അപ്ലൈ ചെയ്യാം. The next one is x plus 1 into x plus 2 minus 3 is equal to 0. ഇപ്പോൾ ഡയറക്റ്റായിട്ട് നമുക്ക് എന്ത് തന്നിട്ടില്ല? ക്വാഡ്രാറ്റിക് ഇക്വേഷൻ തന്നിട്ടില്ല. ഡയറക്റ്റായിട്ട് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ തന്നിട്ടില്ല എങ്കിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? ഇതിനെ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എന്ന് പറയുന്ന മോഡലിലേക്ക് ചേഞ്ച് ചെയ്യണം. ചേഞ്ച് ചെയ്യുമ്പോൾ x plus 1 into x plus 2 എന്നുള്ളതിനെ x into x square, x into x square, x into 2 2x, 1 into x 1 into 2 2. അപ്പോൾ ആദ്യം x കൊണ്ട് നമ്മൾ എല്ലാത്തിനെയും മൾട്ടിപ്ലൈ ചെയ്തു. x into x square, x into 2 2x, 1 into x 1 into 2 2. ഇങ്ങനെ ബ്രാക്കറ്റിൽ നിന്ന് അതിനെ റിമൂവ് ചെയ്തു. -3 ഈസ് ഈക്വൽ ടു 0. x സ്ക്വയർ എന്ന് പറയുന്ന ടേം ഉണ്ടോ നോക്കാം. വേറെ x സ്ക്വയർ എന്ന് പറയുന്ന ടേംസ് ഒന്നുമില്ല. therefore x square, 2x plus x, that is equal to 3x. The x square plus 2x plus x is equal to 3x. 2 minus 3 is equal to -1 is equal to 0. ഈ ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ഫോർമാറ്റിലേക്ക് നിങ്ങളതിനെ മാറ്റി എഴുതാം. x square plus 3x minus 1 is equal to 0. ഇനി നിങ്ങൾക്ക് ഈസിയാണ്. ഇപ്പോൾ ഏത് ഫോർമാറ്റിലാണ് കിടക്കണേ? ക്വാഡ്രാറ്റിക് ഫോർമാറ്റിലാണ് ഇത് കിടക്കണേ. ക്വാഡ്രാറ്റിക് ഫോർമാറ്റിൽ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ വേഗത്തിൽ എന്ത് ചെയ്യും? ഈ ഫോർമുല ഉപയോഗിക്കും. -b പ്ലസ് ഓർ മൈനസ് എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കണമെങ്കിൽ ഫോർമുല വളരെ പെട്ടെന്ന് നിങ്ങൾ അപ്ലൈ ചെയ്യും. ഇതിൽ a is equal to 1, b is equal to 3, c is equal to -1. ഇവിടെ -b എന്ന് പറയുമ്പോൾ -3 പ്ലസ് ഓർ മൈനസ് √3² -4 into 1 into -1 divided by 2 into 1. Same time
minus 3 plus or minus root of 3 square 9 plus 4 into 1 4 into 1 4 minus into minus plus divided by 2. ഈ ക്വസ്റ്റ്യനിലും കറക്റ്റ് ആൻസറിലേക്ക് നമ്മൾ എത്തുന്നില്ല. -3 പ്ലസ് ഓർ മൈനസ് 9 + 3 = 13 നമുക്ക് റൂട്ട് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കില്ല. ദെൻ നമുക്ക് ഇവിടെ വെച്ചിട്ട് ഇതിന് അവസാനിപ്പിക്കും. ഇത്ര വരെ നമുക്ക് ചെയ്യേണ്ടതുള്ളൂ. -3 പ്ലസ് ഓർ മൈനസ് √13 ഡിവൈഡഡ് ബൈ 2. ഒത്തിരി പ്രോബ്ലംസ് നമ്മളിപ്പോൾ ഈ ഒരു ലെവലിലുള്ള പ്രോബ്ലംസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇതിൽ തന്നെ ഇതേപോലെ തന്നെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ചില പ്രോബ്ലംസിലേക്ക് നമുക്ക് ഒന്നുകൂടെ കടക്കാം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ക്വാഡ്രാറ്റിക് ഇക്വേഷനിൽ തന്നെ ഞാൻ പറഞ്ഞ പോലെ ഡിഫറെൻറ്റ് അല്ലെങ്കിൽ സ്പെഷ്യൽ കേസസ് അത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് തരാറുണ്ട്. ദെൻ ഇതിൽ നമ്മൾ ഉപയോഗിക്കുന്ന ക്വാഡ്രാറ്റിക് ഇക്വേഷൻ എന്ന് പറയുന്ന ഫോർമുലയാണ് ഞാൻ ഈ പ്രോബ്ലമിനോട് കുറിച്ച് വെച്ചിട്ടുണ്ട്. ദെൻ ഡിമാൻഡ് ഫോർ ഗുഡ്സ് ഓഫ് എൻ ഇൻഡസ്ട്രി ഈസ് ഗിവൺ ബൈ ദ ഇക്വേഷൻ PQ, price into quantity. Price into quantity PQ is equal to 100 and supply is given by the equation 20 plus 3P. Supplied quantity supplied is equal to 20 plus 3P. Therefore, where P is the price, Q is the quantity. ഈ തന്നിരിക്കുന്ന രണ്ട് ഇക്വേഷൻസിലും P എന്ന് പറയുന്ന ലെറ്റർ ഡിനോട്ട് ചെയ്യുന്നത് പ്രൈസിനെയും Q എന്ന് പറയുന്ന ലെറ്റർ ഡിനോട്ട് ചെയ്യുന്നത് ക്വാണ്ടിറ്റിയാണ്. Therefore, find P and Q. പ്രത്യേകിച്ച് ഒന്നും പറയുന്നില്ല. ഇവിടെ ഡിമാൻഡ് തന്നിരിക്കുന്നത് ഡിമാൻഡ് ഫോർ ദ ഗുഡ്സ് ഓഫ് എൻ ഇൻഡസ്ട്രി ഈസ് ഗിവൺ ബൈ ദ ഇക്വേഷൻ. ഡിമാൻഡ് 3 ആണെന്ന് പറയുന്നു. പ്രൈസും ക്വാണ്ടിറ്റിയും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്ത് 100 എന്ന് പറയണം. അതേപോലെ തന്നെ ക്വാണ്ടിറ്റി ഓഫേർഡ്, ക്വാണ്ടിറ്റി സപ്ലൈഡ് 20 plus 3P. ഈ രണ്ട് ഇക്വേഷൻസിൽ നിന്നും നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? Pയും Qവും കണ്ടുപിടിക്കണം എന്ന് മാത്രം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഇക്വേഷൻ സോൾവ് ചെയ്യാം. ആൻസർ ഈസ് സോൾവ് ചെയ്യുമ്പോൾ PQ ഈസ് ഈക്വൽ ടു 100. PQ 100 ആണ്. ദെൻ 20 plus 3P ഈസ് ഈക്വൽ ടു Q. അതായത് Q ഈസ് ഈക്വൽ ടു എന്നൂടെ മനസ്സിലാവും. Q ഈസ് ഈക്വൽ ടു 20 plus 3P. അതായത് ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് 20 plus 3P ആണ്. അപ്പോൾ ഈ ക്വാണ്ടിറ്റി ഈ PQ എന്ന് പറയുന്ന ഫസ്റ്റ് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. അപ്പോൾ Q ഈസ് ഈക്വൽ ടു 20 plus 3P. ദെൻ Q സബ്സ്റ്റിറ്റ്യൂട്ട് ഇക്വേഷൻ നമ്പർ 1 ആക്കാം. അപ്പോൾ Q ഈസ് ഈക്വൽ ടു 20 plus 3P substitute ഇക്വേഷൻ നമ്പർ 1 നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അതായത് Q എന്ന് പറയുന്ന വേരിയബിളിൻ്റെ വാല്യൂ 20 plus 3P ആണ്. ഇത് ഫസ്റ്റ് ഇക്വേഷൻ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ഫസ്റ്റ് ഇക്വേഷൻ P into Q എന്ന് പറയുന്നതാണ്. P എന്ന് പറയുന്നത് P into Q എന്ന് പറയുന്നിടത്ത് 20 plus 3P ഈസ് ഈക്വൽ ടു 100. അപ്പോൾ നമ്മൾ എന്താ ചെയ്തിരിക്കണേ? P into Q ഈസ് ഈക്വൽ ടു 100. ഇതാണ് ഫസ്റ്റ് ഇക്വേഷൻ. അതിൽ Q എന്ന് പറയുന്നത് Q ഈസ് ഈക്വൽ ടു 20 plus 3P. P into 20 plus Q എന്നുള്ളടത്ത് 20 plus 3P എന്ന് എഴുതിയെന്ന് മാത്രം. ഈസ് ഈക്വൽ ടു 100. Therefore, P into 20P. No, P into 3P plus 3 into P square is equal to 100. ക്വാഡ്രാറ്റിക് ഫോർമാറ്റിലേക്ക് നമുക്കിതിനെ റീഅറേഞ്ച് ചെയ്യാം. 3P square plus 20P minus 100 is equal to 0. ഇത്ര നിങ്ങൾക്കറിയാം. ഇനി നമുക്കിത് സോൾവ് ചെയ്യുമ്പോൾ ഇവിടെ ക്വാഡ്രാറ്റിക് ഫോർമുല ഉപയോഗിക്കുമ്പോൾ A ഈസ് ഈക്വൽ ടു 3, B ഈസ് ഈക്വൽ ടു 20, C ഈസ് ഈക്വൽ ടു -100. ഹലോ. ദെൻ ഇവിടെ ഫോർമുലയിൽ -B പ്ലസ് ഓർ മൈനസ് √B² -4 into A into C divided by 2A. ഇത് സോൾവ് ചെയ്യുമ്പോൾ -B എന്നുള്ളത് -B 20 ആണ് ബിയുടെ വാല്യൂ. -B -20 പ്ലസ് ഓർ മൈനസ് √B². B² എന്ന് പറയുന്നത്
20 square minus 4 into A. Add value 3. C value minus 100 divided by 2 into add value 3. Therefore, minus 20 plus or minus root of 20 square 400, then minus 4 into 3 12 plus 100 1200 plus 1200 divided by 6 minus 20 plus or minus root of 1600 divided by 6, then 20 plus or minus 40 divided by 6. ഇത്ര വരെ നമ്മൾ എത്തി നിൽക്കുന്നുണ്ട്. ദെൻ ഇതിൽ ഒന്നുകൂടെ ഞാൻ പറഞ്ഞതിന് ശേഷം നമുക്ക് ഈ ബോർഡ് ക്ലിയർ ചെയ്തിട്ട് കംപ്ലീറ്റ് ചെയ്യണം. അപ്പോൾ ഇവിടെ നോക്കാം, രണ്ട് ഇക്വേഷൻസ് ആണ്. P into Q is equal to 100. Then next equation 20 plus 3P is equal to Q. ഇവിടെ പി ക്യു ഈസ് ഈക്വൽ ടു 100. ഇതിൽ പിയും ക്യൂവും കണ്ടുപിടിക്കുക വേണ്ട. പി ക്യു ഈസ് ഈക്വൽ ടു 100. 20 പ്ലസ് 3P ഈസ് ഈക്വൽ ടു ക്യൂ. അതായത് ക്യൂ എന്ന് പറയുന്നതിൻ്റെ വാല്യൂ ക്യൂ ഈസ് ഈക്വൽ ടു 20 പ്ലസ് 3P. ഇത് ഫസ്റ്റ് ഇക്വേഷനിൽ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ക്യൂ ഈസ് ഈക്വൽ ടു 20 പ്ലസ് 3P. സബ്സ്റ്റിറ്റ്യൂട്ട് ഇക്വേഷൻ നമ്പർ 1. ഇക്വേഷൻ നമ്പർ 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഇവിടെ P ഇൻറ്റു ക്യൂ എന്നുള്ളിടത്ത് 20 പ്ലസ് 3P ഈസ് ഈക്വൽ ടു 100. ഇവിടെ 20P പ്ലസ് 3P സ്ക്വയർ ഈസ് ഈക്വൽ ടു 100. റീഅറേഞ്ച് ചെയ്യാം. 3P സ്ക്വയർ പ്ലസ് 20P 3P സ്ക്വയർ പ്ലസ് 20P മൈനസ് 100 ഈസ് ഈക്വൽ ടു 0. പിന്നെ ഇതുവരെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഈസി ആയിട്ട് അറിയാം. നമ്മൾ പഠിച്ചിട്ടുള്ള ഫോർമുല ഉപയോഗിക്കാം. ഈ ഫോർമുലയിൽ A is equal to 3, B is equal to 20, C is equal to minus 100. Minus B plus or minus root of B square minus 4AC divided by 2A. Then ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. minus 20 plus or minus root of 20 square minus 4 into 3 into 100, 2 into 3. Answer is ഇങ്ങനെ നിൽക്കണു 20 plus or minus 40 divided by 6. അപ്പോൾ പിയുടെ വാല്യൂ നമ്മൾ പി കണ്ടുപിടിക്കുകയാണ് ചെയ്യണത്. പി ഈസ് ഈക്വൽ ടു, അതായത് ഈ 3P സ്ക്വയർ എന്നുള്ളതിൽ പിയുടെ വാല്യൂ നമ്മൾ എത്തി നിൽക്കുകയാണ്. ഞാനിതൊന്നും കൂടെ മായ്ക്കുന്നുണ്ട്, കണ്ടിന്യൂ ചെയ്യാം. P ഈസ് ഈക്വൽ ടു കണ്ടോ. അപ്പോൾ അവിടെ നിങ്ങൾക്ക് ക്ലിയർ ആയി. P ഈസ് ഈക്വൽ ടു രണ്ട് വാല്യൂ ആണ്. ഒന്ന് minus 20 plus or minus minus 20 plus or minus 1200 divided by 6 minus 20 plus or minus 40 divided by 6. ഇവിടെ വരുമ്പോൾ P is equal to minus 20 plus 40 divided by 6 or minus 20 minus 40 divided by 6. ഇങ്ങനെയാണ് വാല്യൂ വരിക. minus 20 plus 40 divided by 6, then 20 by 6, that is 10 by 3. 10 by 3. ഇവിടെ answer is 20 minus 60 divided by 6. Answer is minus 10. പിയുടെ ആൻസർ പി ഒന്നുകിൽ 10 by 3 ആവാം ഓർ മൈനസ് 10 ആവാം കേട്ടോ. അപ്പോൾ നമുക്കറിയാം ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലായ്പ്പോഴും അതിൻ്റെ വേരിയബിളിൻ്റെ വാല്യൂ രണ്ട് വാല്യൂസ് കിട്ടാറുണ്ട്. ആ വാല്യൂസ് എന്ന് പറയുന്നത് 10 by 3യും മൈനസ് 10 പക്ഷേ ഈ ക്വസ്റ്റ്യനിലെ പ്രൈസ് എന്ന് പറയുന്നത് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. പ്രൈസ് ഈസ് ഈക്വൽ ടു 10 by 3 ആവാം, അല്ലെങ്കിൽ പ്രൈസ് ഈസ് ഈക്വൽ ടു മൈനസ് 10 ആവാം. ഒരിക്കലും പ്രൈസ് എന്ന് പറയുന്നത് ഒരിക്കലും നെഗറ്റീവ് ആവാത്തതുകൊണ്ട് പി ഈസ് ഈക്വൽ ടു 10 by 3 നമുക്ക് എടുക്കാം. പ്രൈസ് ഈസ് നോട്ട് നെഗറ്റീവ്. അതിന് നമ്മൾ കൊടുക്കുന്നൊരു എക്സ്പ്ലനേഷൻ എന്ന് പറയുന്നത് പ്രൈസ് ഈസ് നോട്ട് നെഗറ്റീവ്. പ്രൈസ് ഒരിക്കലും നെഗറ്റീവ് ആവില്ല എന്നുള്ളത് കൊണ്ട് therefore
P is equal to 10/3. P എന്ന് പറയുന്ന ആൻസർ ഈസ് പിയുടെ വാല്യൂ 10/3. രണ്ട് വാല്യൂ ആണുള്ളത്, ഒന്ന് 10/3, ഒന്ന് -10 ആണ്. -10 നമ്മൾ കൺസിഡർ ചെയ്യുന്നില്ല, പിയുടെ വാല്യൂ -10 അല്ല. P ഈസ് ഈക്വൽ ടു 10/3. P ഈസ് ഈക്വൽ ടു 10/3 എന്നുള്ളത് കിട്ടിക്കഴിഞ്ഞാൽ ഫൈൻഡ് ദ വാല്യൂ ഓഫ് Q. Q കണ്ടുപിടിക്കണം. എനിക്ക് തോന്നുന്നു ആദ്യത്തെ ഇക്വേഷനിൽ തന്നെ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. P ഈസ് ഈക്വൽ ടു 10/3 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് PQ × 100 എന്ന് പറയുന്ന ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. P ഈസ് ഈക്വൽ ടു 10/3. 10/3 × Q ഈസ് ഈക്വൽ ടു 100. Therefore, Q ഈസ് ഈക്വൽ ടു 100 × 3/10. ആൻസർ ഈസ് 30. കണ്ടോ, നമുക്ക് P ഈസ് ഈക്വൽ ടു 10/3, Q ഈസ് ഈക്വൽ ടു 30. നമുക്ക് ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അതായത് ഡയറക്റ്റായിട്ട് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ തന്നിട്ട് സോൾവ് ചെയ്യാൻ പറയാതെ തന്നെ ഇത്തരത്തിലെ ക്വസ്റ്റ്യൻസ് മാറ്റി തന്നുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഈ രീതിയിൽ തന്നിട്ടുള്ള ക്വസ്റ്റ്യൻസിനെയും നമ്മൾ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ഫോർമാറ്റിലേക്ക് ചേഞ്ച് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും, ആൻസർ കണ്ടുപിടിക്കേണ്ടി വരും. ഓക്കെ, ഇത് ക്ലിയർ ആയിട്ടുണ്ടെന്ന് വിചാരിക്കണം. ദെൻ ഇത്തരത്തിൽ തന്നെ വിച്ച് ക്യാൻ ബി ചില ക്വസ്റ്റ്യൻസിന് വീണ്ടും നമ്മൾ എന്ത് ചെയ്യണം, ക്വാഡ്രാറ്റിക് ഫോർമാറ്റിലേക്ക് കൺവേർട്ട് ചെയ്തുകൊണ്ട് വാല്യൂ കണ്ടുപിടിക്കേണ്ടതുണ്ട്. ദെൻ നെക്സ്റ്റ് പ്രോബ്ലത്തിലേക്ക് നമുക്ക് കിടക്കാം. നെക്സ്റ്റ് അനദർ പ്രോബ്ലം. ദെൻ നമുക്ക് തന്നിരിക്കുന്ന ഒരിക്കലും ക്വാഡ്രാറ്റിക് ഫോർമാറ്റിലായിരിക്കില്ല. അപ്പോൾ ഞാൻ അത്തരത്തിലുള്ള പ്രോബ്ലംസിനെ ക്വാഡ്രാറ്റിക് ഫോർമാറ്റിലേക്ക് കൺവേർട്ട് ചെയ്തതിന് ശേഷം ആൻസർ കണ്ടുപിടിക്കാം. ഇതാണ് നമ്മൾ എന്താ പറയുക, സൊല്യൂഷൻ ഓഫ് ഇക്വേഷൻ വിച്ച് ക്യാൻ ബി ചേഞ്ച്ഡ് ഇൻ ടു ക്വാഡ്രാറ്റിക് ഫോം. അതിലേക്ക് ജസ്റ്റ് ഒരു എക്സാമ്പിൾ. ദെൻ x⁴ മൈനസ് 10x² പ്ലസ് 9 ഈസ് ഈക്വൽ ടു 0. ഇത്തരത്തിലൊരു ഇക്വേഷൻ തന്നു കഴിഞ്ഞാൽ ഇതിനെ ക്വാഡ്രാറ്റിക് ഫോർമാറ്റിലേക്ക് കൺവേർട്ട് ചെയ്യണം. നമുക്കിവിടെ എന്ത് ചെയ്യാൻ പറ്റും നോക്കുകയാണെങ്കിൽ x² പുട്ട് x² ഈസ് y, പുട്ട് x² ഈസ് ഈക്വൽ ടു y. x² എന്ന് പറയുന്ന ടേമിനെ y ആയിട്ട് കൺസിഡർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ x⁴ ഈസ് ഈക്വൽ ടു y². ഇവിടെ നമ്മൾ ഇങ്ങനെ ഈ ടേമിനെ മാറ്റിയെടുത്ത് വൈയുടെ വാല്യൂ കണ്ടുപിടിക്കും. വൈയുടെ വാല്യൂ കണ്ടുപിടിച്ചതിന് ശേഷം വീണ്ടും ഇതിലേക്ക് തിരിച്ച് വന്നതിന് ശേഷം എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കുകയാണ് ചെയ്യുക. അപ്പോൾ x⁴ മൈനസ് 10x² പ്ലസ് 9 ഈസ് ഈക്വൽ ടു 0. അപ്പോൾ x² എന്ന് പറയുന്ന ടേമിനെ y ആയിട്ട് കൺസിഡർ ചെയ്യാമെന്നുണ്ട് വെച്ചാൽ x⁴ എന്ന് പറയുന്നത് y² ആയിരിക്കും. നമുക്കറിയാം, അസ്യൂം ചെയ്യാം. ദെൻ ഇവിടെ x⁴ എന്നുള്ളത് നമ്മൾ എന്ത് എഴുതുന്നത്, y² മൈനസ് 10 × x² എന്നുള്ളടത്ത് 10y പ്ലസ് 9 ഈസ് ഈക്വൽ ടു 0. വളരെ ഈസി ആയിട്ട് നമ്മൾ ഇതിലേക്ക് കൺവേർട്ട് ചെയ്തു, ക്വാഡ്രാറ്റിക് ഇക്വേഷനിലേക്ക് കൺവേർട്ട് ചെയ്തു. ഇനി നമുക്കറിയാം, ഫോർമുല ഉപയോഗിക്കാൻ അറിയാം. a ഈസ് ഈക്വൽ ടു 1, b ഈസ് ഈക്വൽ ടു -10, c ഈസ് ഈക്വൽ ടു 9. a ഈസ് ഈക്വൽ ടു 1, b ഈസ് ഈക്വൽ ടു -10, c ഈസ് ഈക്വൽ ടു 9. therefore ഫോർമുല y ഈസ് ഈക്വൽ ടു, y ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ട ടേം. y ഈസ് ഈക്വൽ ടു -b, y ഈസ് ഈക്വൽ ടു -b പ്ലസ് ഓർ മൈനസ് √b² മൈനസ് 4ac ഡിവൈഡഡ് ബൈ 2a. y ഈസ് ഈക്വൽ ടു -b എന്ന് പറയുമ്പോൾ -10 ആണ്. 10 പ്ലസ് ഓർ മൈനസ് √b² മൈനസ് 10² മൈനസ് 4 × a × c 9 ഡിവൈഡഡ് ബൈ 2 × 1. ഇവിടെ ഈസ് ഈക്വൽ ടു 10 പ്ലസ് ഓർ മൈനസ് √10² 100 മൈനസ് 4 36 divided by 2. Answer is 10 plus or minus 84 divided by 2. 10 plus or minus 84 അല്ല 100 minus 36. 100 minus 36 is equal to 64.
64 divided by 2. 10 plus or minus 64 ആകുമ്പോൾ 8 into 8 64 divided by 2. Answer is 10 plus 8 divided by 2 or 10 minus 8 divided by 2. 18 divided by 2, answer is 9. Or 10 minus 8, 2 by 2, answer is 1. ഇവിടെ നമുക്ക് വൈയുടെ വാല്യൂ കണ്ടെത്തിയിട്ടുണ്ട്. വൈയുടെ വാല്യൂ 9 or 1. y is equal to 9 or 1. നമുക്ക് വൈയുടെ വാല്യൂ എല്ലാം അറിയേണ്ടത്, നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എക്സിൻ്റെ വാല്യൂ ആണ്. അപ്പോൾ y is equal to 9 or 1. Find the value of x. x കണ്ടുപിടിക്കണം. അവിടെ നമുക്ക് മുൻപ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത ഫോർമുല y ഈസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ എന്നുള്ളതാണ്. y ഈസ് ഈക്വൽ ടു എക്സ് സ്ക്വയർ, അതായത് അല്ലെങ്കിൽ മറിച്ച് നമുക്ക് എക്സ് സ്ക്വയർ ഈസ് ഈക്വൽ ടു ഇങ്ങനെ എഴുതാം, എക്സ് സ്ക്വയർ ഈസ് ഈക്വൽ ടു y. ഇവിടെ എക്സ് സ്ക്വയർ ഈസ് ഈക്വൽ ടു 9 ആണെങ്കിൽ എക്സ് ഈസ് ഈക്വൽ ടു റൂട്ട് 9. എക്സ് ഈസ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് 3. ഓർ നമുക്ക് എക്സ് സ്ക്വയർ ഇവിടെ y ഈസ് ഈക്വൽ ടു 1 ആണെങ്കിൽ y ഈസ് ഈക്വൽ ടു 1 എന്ന് വരിക. y ഈസ് ഈക്വൽ ടു 1, therefore x സ്ക്വയർ ഈസ് ഈക്വൽ ടു y, x ഈസ് ഈക്വൽ ടു root 1, x is equal to plus or minus 1. x ൻ്റെ വാല്യൂ x is equal to plus or minus 3 or plus or minus 1. x ൻ്റെ വാല്യൂ x is equal to plus or minus 3 or plus or minus 1 എന്നുകൂടെ പറയാം. അതായത് x is to 4 മൈനസ് 10x സ്ക്വയർ പ്ലസ് 9 ഈസ് ഈക്വൽ ടു 0. ഇത് കണ്ടു കഴിഞ്ഞാൽ ഇതൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷനിലേക്ക് ഫോം ചെയ്യാൻ പറ്റൂ എന്നുള്ളത് ആലോചിക്കണം. ഇതല്ലെങ്കിൽ ഒറ്റ നോട്ടത്തിൽ ഈ ക്വസ്റ്റ്യൻ കണ്ടു കഴിഞ്ഞാൽ ഇത് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ അല്ല, സോൾവ് ചെയ്യാൻ കഴിയില്ല എന്ന് വിചാരിക്കരുത്. അപ്പോൾ ഇങ്ങനൊരു ടേം കണ്ടു കഴിഞ്ഞാൽ നമ്മൾ എന്തായിട്ട് എടുക്കണം, എക്സ് സ്ക്വയർ ഈസ് ഈക്വൽ ടു വൈ ആയിട്ട് കൺസിഡർ ചെയ്യുക. വീണ്ടും നമുക്കത് തിരിച്ച് ഇതിലേക്ക് തന്നെ കൊണ്ടുവരാം. എക്സ് സ്ക്വയർ ഈസ് ഈക്വൽ ടു വൈ, എക്സ് റേസ് ടു 4 ഈസ് ഈക്വൽ ടു വൈ സ്ക്വയർ. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വൈ സ്ക്വയർ മൈനസ് 10y പ്ലസ് 9 ഈസ് ഈക്വൽ ടു 0. എക്സ് റേസ് ടു 4 എന്നുള്ളിടത്ത് വൈ സ്ക്വയർ ആക്കാം, വൈ എന്നുള്ള എക്സ് സ്ക്വയർ എന്നുള്ളിടത്ത് വൈ ആക്കി കൺസിഡർ ചെയ്യാം. ദെൻ ഈ ഇക്വേഷൻ സോൾവ് ചെയ്യാം. ഈ ഇക്വേഷൻ ക്വാഡ്രാറ്റിക് ഫോർമുല ഉപയോഗിച്ച് സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ ലാസ്റ്റ് നമുക്ക് വൈയുടെ വാല്യൂ ആണ് കിട്ടുക. എക്സ് അല്ല കിട്ടുന്നത്, വൈ ആയിരിക്കും കിട്ടുക. വൈ ഈസ് ഈക്വൽ ടു 9 or 1. വൈയുടെ വാല്യൂ കിട്ടി. വൈയുടെ വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും തിരിച്ചെന്ത് ചെയ്യണം, y ഈസ് ഈക്വൽ ടു 9 or 1. therefore എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കണം. എക്സ് ഈസ് ഈക്വൽ ടു നമുക്കറിയില്ല, അപ്പോൾ നമുക്കറിയാം എക്സ് സ്ക്വയർ ഈസ് ഈക്വൽ ടു വൈ ആണ്. therefore എക്സ് ഈസ് ഈക്വൽ ടു റൂട്ട് വൈ. കണ്ടോ, എക്സ് സ്ക്വയർ ഈസ് ഈക്വൽ ടു വൈ, എക്സ് ഈസ് ഈക്വൽ ടു റൂട്ട് വൈ. അപ്പോൾ റൂട്ട് വൈ എന്ന് പറയുമ്പോൾ റൂട്ട് 9, 3 പ്ലസ് ഓർ മൈനസ് 3, റൂട്ട് 1 പ്ലസ് ഓർ മൈനസ് 1. എക്സിൻ്റെ വാല്യൂ പ്ലസ് ഓർ മൈനസ് 3 ഓർ പ്ലസ് ഓർ മൈനസ് 1 ഇതായിരിക്കും വാല്യൂ. ഇത്തരത്തിൽ ഒരുപാട് പ്രോബ്ലംസാണ് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാവുന്നത്. നിങ്ങൾക്ക് ഈ പീരീഡിൽ കുറച്ച് എക്സസൈസ് പ്രോബ്ലംസ് കൂടെ ഉണ്ട്. ആ പ്രോബ്ലംസും കൂടെ ഞാനൊരു 2-3 പ്രോബ്ലംസ് തരാം, അതുകൂടെ നിങ്ങൾ കുറിച്ച് വയ്ക്കുക. അതിനുശേഷം നിങ്ങളത് സോൾവ് ചെയ്യുക. ഫസ്റ്റ് വൺ ഈസ് എക്സസൈസ് പ്രോബ്ലത്തിലെ ഫസ്റ്റ് വൺ ഈസ് exercise then first one x raised to 4 minus 31x square plus 150 is equal to 0. Then next one 2x minus 7 root x plus 5 is equal to 0. Then third one
x minus y is equal to 3 and xy is equal to 10. ഇനിയും ഒരുപാട് ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്യാനുണ്ട്. അപ്പോൾ അത് നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് കുറച്ചുകൂടെ പ്രോബ്ലംസ് കൂടെ വർക്കൗട്ട് ചെയ്തുകൊണ്ട് നമുക്കത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഈ തന്നിരിക്കുന്ന പ്രോബ്ലംസ് ചെയ്യാം. നിങ്ങൾക്ക് എല്ലാവർക്കും വളരെ നന്നായിട്ട് മനസ്സിലായിട്ടുണ്ടാവും എന്ന് കരുതുന്നു. മാത്രമല്ല നിങ്ങളുടെ സംശയങ്ങളെല്ലാം അതാത് സമയത്ത് നമ്മുടെ ഇൻട്രാക്റ്റീവ് ടൈമിൽ നിങ്ങൾ ഇൻട്രാക്ട് ചെയ്തുകൊണ്ട് തന്നെ ചോദിക്കുക, നമുക്കത് മനസ്സിലാക്കാം. പിന്നെ ഇത് വളരെ പെട്ടെന്ന് ഞാൻ മുൻപ് പറഞ്ഞ പോലെ ഒരു ഫേസ് ടു ഫേസ് കമ്മ്യൂണിക്കേഷൻ ഇല്ലാത്തതുകൊണ്ട് നമുക്ക് പലപ്പോഴും നിങ്ങളുടെ മുഖം ഐഡൻറ്റിഫൈ ചെയ്തുകൊണ്ട് ആ കുട്ടിക്ക് മനസ്സിലായിട്ടില്ല, ഈ കുട്ടി ക്ലിയർ ചെയ്തിട്ടില്ല എന്നൊക്കെ മനസ്സിലാക്കാനായിട്ട് നമുക്കിപ്പോൾ സാധിക്കുന്നില്ല. അതാണ് ഏറ്റവും വലിയൊരു ഡ്രോബാക്ക്. കുട്ടികളുടെ കഴിവുകൾ മനസ്സിലാക്കാനായിട്ട് ഞങ്ങൾക്ക് കഴിയണില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ഡ്രോബാക്ക്. പക്ഷേ നിങ്ങൾക്ക് ഞങ്ങളെ നന്നായിട്ട് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. ഞങ്ങൾ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നുണ്ട്. നിങ്ങൾക്ക് ആവർത്തിച്ച് കണ്ടു കഴിഞ്ഞാൽ ഇത് വളരെ നന്നായിട്ട് ആ രീതിയിലേക്ക് മാറി പ്രോബ്ലംസ് ചെയ്യാൻ പറ്റും. പക്ഷെ നിങ്ങളെ മനസ്സിലാക്കാൻ ഞങ്ങൾക്ക് കഴിയുന്നില്ല എന്നുള്ളതാണ്. തീർച്ചയായിട്ടും നിങ്ങളിതെല്ലാം ചെയ്തു നോക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. സംശയങ്ങളൊക്കെ അപ്പോൾ തന്നെ ക്ലിയർ ചെയ്യാം. ഓക്കെ, താങ്ക് യു ഓൾ.